ബി.ജെ.പി നേതാവ് അഡ്വക്കേറ്റ് ശ്രീ പത്മനാഭൻ കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ പത്മനാഭൻ, ഈ ഒരു ഘട്ടത്തിൽ എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തേക്ക് വരുന്ന ഒരു സാഹചര്യം, അതിൽ 7 എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വരുന്നു. അതിൽ 6ഉം ബി.ജെ.പിക്കാണ് മുൻതൂക്കം പറയുന്നത്. 60 സീറ്റ് വരെ ബി.ജെ.പി നേടുമെന്നാണ് സർവേ ഫലങ്ങൾ സൂചിപ്പിക്കുന്നത്. ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് പ്രാഥമികമായി പറയാൻ പറ്റുന്നൊരു കാര്യം, മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും കൂടുതൽ അടിസ്ഥാന സൗകര്യങ്ങൾ എന്ന് പറയുന്നത് തന്നെ വായു, ജലം, ഭക്ഷണം എന്നുള്ളതാണല്ലോ. ആ വായു മലിനീകരണം ഉണ്ടായിട്ടും അല്ലെങ്കിൽ ജലത്തിന്റെ ദൗർലഭ്യം ഉണ്ടായിട്ട് പോലും തിരിഞ്ഞു നോക്കാത്ത ഡൽഹി സർക്കാർ ഇനി വേണ്ട, അല്ലെങ്കിൽ AAP സർക്കാർ തങ്ങൾക്ക് വേണ്ട എന്ന് ജനം വിധി എഴുതുന്നു എന്ന് സൂചിപ്പിക്കുന്ന എക്സിറ്റ് പോൾ ഫലങ്ങളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. അല്ല, അതിലെന്താ അറിയോ, എക്സിറ്റ് പോൾ ഫലങ്ങൾ നമ്മൾ തള്ളുകയും വേണ്ട കൊള്ളുകയും വേണ്ട എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ. ഇതൊരു സൂചനയാണ്, കേവലം സൂചന മാത്രമാണ്. എന്നാൽ ഇത് ചില സമയത്തൊക്കെ തെറ്റിയിട്ടുമുണ്ട്. ഇപ്പൊ ഹരിയാനയിൽ തെറ്റിപ്പോയി. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവർ പറഞ്ഞ അത്രയും സീറ്റ് ദേശീയ ജനാധിപത്യ സഖ്യത്തിന് കിട്ടിയില്ല. എങ്കിലും പൊതുവെ ഒരു സൂചനയായിട്ടാണ് നമ്മൾ ഇതിനെ കാണുന്നത്, അല്ലെങ്കിൽ കാണേണ്ടത്. ഇവിടെ മനസ്സിലാക്കേണ്ട 2 കാര്യം. ഇപ്പൊ ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ സത്യമാണെങ്കിൽ, അല്ലെങ്കിൽ നാളെ 8-ാം തീയതി വോട്ടെണ്ണുമ്പോൾ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് സംഭവിക്കുന്നതെങ്കിൽ മനസ്സിലാക്കേണ്ടത് ആം ആദ്മി പാർട്ടിക്കെതിരെ അതിശക്തമായ ആന്റി ഇൻക്യുംബൻസി ഉണ്ട് എന്നുള്ളതാണ്. അതിനിപ്പോൾ താങ്കളും നേരത്തെ സംസാരിച്ച താങ്കളുടെ റിപ്പോർട്ടറും പറഞ്ഞ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതോടൊപ്പം കേന്ദ്ര സർക്കാരിനെതിരെ പ്രോ ഇൻക്യുംബൻസി ഉണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതിനും കാരണങ്ങളുണ്ട്. അപ്പൊ ഞാൻ ആം ആദ്മി പാർട്ടിയുടെ 10 വർഷത്തെ ഭരണം എടുത്ത് പരിശോധിക്കുമ്പോൾ അവർ ചെയ്തത് എന്താണ്? അവരെ കൊണ്ട് ആവാത്ത കാര്യങ്ങൾ വാഗ്ദത്തം ചെയ്തു. ഒരു സർക്കാരിന് ചെയ്യാവുന്ന കാര്യങ്ങളെ അവർക്ക് വാഗ്ദാനം ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ 200 യൂണിറ്റ് വരെ വൈദ്യുതി കൊടുക്കാം, ഓക്കെ, അത് ശരിയായ കാര്യമാണ്. പക്ഷേ ഡൽഹിയിൽ എല്ലാവർക്കും ശുദ്ധജലം സൗജന്യമായി എത്തിക്കുക എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം ഡൽഹിയിലെ ജനസംഖ്യ അനുദിനം വളരുകയാണ്. ഈ രാജ്യത്തിന്റെ പല ഭാഗത്തു നിന്നും തൊഴിൽ തേടിയും മറ്റ് സംവിധാനങ്ങൾ തേടിയും ഡൽഹിയിലേക്ക് ആളുകൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ഡൽഹിയിൽ എല്ലാവർക്കും സൗജന്യ കുടിവെള്ളം അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അത് അവർ വാഗ്ദാനം ചെയ്തു. അങ്ങനെ അവർ ഒരുപാട് കാര്യങ്ങൾ. പിന്നെ അവർക്കുണ്ടായ വേറൊരു കുഴപ്പം എന്താണ്? അവരെ കൊണ്ട് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ, അല്ലെ അവർ പരാജയപ്പെടുന്ന അവസരങ്ങളിൽ ഉടനെ അവർ പറയും ഇത് കേന്ദ്ര സർക്കാരിന്റെ കുഴപ്പം കൊണ്ടാണ് സംഭവിക്കുന്നത്. ഉടനെ കുറ്റം പറയും. അപ്പോൾ തങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്തതിനൊക്കെ കേന്ദ്രത്തെ കുറ്റം പറയുമ്പോൾ ഓരോ സംഗതിയും ആരാണ് ചെയ്യേണ്ടത് എന്ന് ഈ രാജ്യത്തെ ചില നിയമ സംവിധാനങ്ങൾ ഉണ്ടല്ലോ, അതൊക്കെ സാധാരണക്കാരൻ ഇന്ന് അറിയുന്ന, പ്രത്യേകിച്ച് ഡൽഹിയിലെ മിഡിൽ ക്ലാസ് ഒരു വലിയ ജനവിഭാഗമാണ്. അവർക്ക് ഇതൊക്കെ അറിയാം, എഡ്യൂക്കേറ്റഡ് മിഡിൽ ക്ലാസ് ആണ്. അപ്പൊ അവർക്ക് ഈ കാര്യങ്ങൾ അറിയാം. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഡൽഹിയിലുണ്ട്. പിന്നെ അതോടൊപ്പം ഇപ്പൊ കേന്ദ്രത്തിന്റെ ചില നിർണായക നീക്കങ്ങൾ. ഇപ്പൊ എല്ലാവരും പറയുക ഇൻകം ടാക്സ് കുറച്ചു, ഇൻകം ടാക്സിന്റെ പരിധി 12 ലക്ഷമാക്കി വർദ്ധിപ്പിച്ചു. അതിലുപരിയായി ഡൽഹിയിൽ കേന്ദ്ര സർക്കാർ വെസ്റ്റ് പെരിഫറൽ റോഡും ഈസ്റ്റ് പെരിഫറൽ റോഡും നിർമ്മിച്ചു. അതോടൊപ്പം ലിങ്ക് റോഡുകൾ നിർമ്മിച്ചു. ഡൽഹിയിൽ നിന്നും മീററ്റിലേക്ക് 14 വരി പാത നിർമ്മിച്ചു. ഡൽഹി ബോംബെ എക്സ്പ്രസ് ഹൈവേയുടെ നിർമ്മാണം നടക്കുന്നു. ദ്വാരക ഹൈവേയുടെ നിർമ്മാണം നടക്കുന്നു. ഡൽഹി വിമാനത്താവളത്തിന്റെ അടിയിലൂടെ ഇന്ന് സബ്വേ ഉണ്ട്. ഇങ്ങനെ ഇൻഫ്രാസ്ട്രക്ചറുടെ കാര്യത്തിൽ കേന്ദ്ര സർക്കാർ ഒരുപാട് കാര്യങ്ങൾ ഡൽഹിക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിൻ്റെതായ ചില എന്താ പറയാ പ്രോ ഇൻകുംബൻസി കേന്ദ്ര സർക്കാരിന് അനുകൂലമായിട്ടുണ്ട്. അപ്പോൾ ഈ ആം ആദ്മി പാർട്ടി വാഗ്ദാനങ്ങളെല്ലാം ലംഘിച്ചു എന്ന് മാത്രമല്ല, അല്ലെങ്കിൽ ബഹുഭൂരിപക്ഷം വരുന്ന വാഗ്ദാനങ്ങളും നടപ്പിലാക്കാൻ പറ്റിയില്ല എന്ന് മാത്രമല്ല, അതിഗുരുതരമായ അഴിമതിയിലും അവർ പെട്ടു. ഈ ആം ആദ്മി പാർട്ടി 2013 തെരഞ്ഞെടുപ്പിൽ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് 10-27 സീറ്റ് നേടിയപ്പോൾ അത് സത്യത്തിൽ അവരെ ആ വിജയത്തിൽ എത്താൻ സഹായിച്ചത് 2 ഘടകമാണ്. ഒന്ന്, അരാഷ്ട്രീയവാദികളായ ചെറുപ്പക്കാർ അഴിമതിക്കെതിരെ രൂപം കൊണ്ട ഒരു എന്താ പറയാ ഒരു കൂട്ടായ്മയായി ഇതിനെ കണ്ടു. 2, ഈ സൗജന്യ വാഗ്ദാനങ്ങളിൽ ആകൃഷ്ടരായി ഡൽഹിയിലെ ചേരി പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ, ലോവർ മിഡിൽ ക്ലാസ്, ഇവരൊക്കെ ധാരാളം വോട്ട് ചെയ്തു. അഴിമതി വിരുദ്ധ സംവിധാനം എന്ന് കരുതി എഡ്യൂക്കേറ്റഡ് മിഡിൽ ക്ലാസ്സും വോട്ട് ചെയ്തു. 10 വർഷം കഴിഞ്ഞപ്പോൾ ആം ആദ്മി പാർട്ടി ഒരു ഒന്നാം തരം രാഷ്ട്രീയ പാർട്ടിയായി മാറി. അവർ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി മാറി, കോൺഗ്രസുമായി സഖ്യമുണ്ടാക്കി.
കോൺഗ്രസ് സർക്കാർ 10 വർഷം ഇന്ത്യ ഭരിച്ചപ്പോൾ, ഡൽഹി ഭരിച്ചപ്പോൾ നടത്തിയ അഴിമതിക്കെതിരെ സമരം ചെയ്തുണ്ടായ പാർട്ടിയാണ് ആം ആദ്മി പാർട്ടി, അല്ലെങ്കിൽ സംവിധാനമാണ്. അതിന് അവര് അണ്ണാ ഹസാരയെ കൂട്ടുപിടിച്ചു. അപ്പൊ കോൺഗ്രസിനെതിരെ ഉള്ള അവരുടെ അഴിമതിക്കെതിരെയുള്ള സമരത്തിലൂടെ വളർന്നു വരുന്ന പാർട്ടി കോൺഗ്രസുമായി സഖ്യമുണ്ടാക്കി. മാത്രമല്ല അവര് തന്നെ വലിയ തോതിലുള്ള അഴിമതി, ഡൽഹി മദ്യ അഴിമതി നടത്തി, ജൽ നിഗം ബോർഡ് അഴിമതി നടത്തി, പല കാര്യത്തിലും അവര് വലിയ തോതിലുള്ള അഴിമതി നടത്തി. അപ്പൊ ഈ അപൊളിറ്റിക്കലായ അല്ലെങ്കിൽ അരാഷ്ട്രീയവാദികളായ ചെറുപ്പക്കാർ, ഇവരുടെ കൂടെ ഉണ്ടായിരുന്നവർ ഇപ്പോൾ പതുക്കെ ഇവരെ വിട്ടുപോയിട്ടുണ്ട്. അവർ നിരാശരാണ്. അതോടൊപ്പം ചെയ്യാമെന്ന് പറഞ്ഞ വാഗ്ദാനങ്ങൾ പാലിക്കാത്തത് കൊണ്ട് ലോവർ മിഡിൽ ക്ലാസും ചേരി പ്രദേശത്തിലെ ജനങ്ങളും നിരാശരാണ്. അവര് വിട്ടുപോയിട്ടുണ്ട്. പിന്നെ ടാക്സി ഡ്രൈവർമാർ, ഓട്ടോറിക്ഷ ഡ്രൈവർമാരായിരുന്നു ഇവരുടെ വലിയൊരു എന്താ പറയാ ഒരു ശക്തി. ഓട്ടോറിക്ഷ ഡ്രൈവർമാർ നിരാശരാണ്. കാരണം സ്ത്രീകൾക്ക് വ്യാപകമായി അവരുടെ വരുമാനം പോലും നോക്കാതെ, BPL സ്ത്രീകൾക്ക് ഒരു കാർഡ് കൊടുത്തിട്ട് അവർക്ക് ബസ്സിൽ സൗജന്യമാക്കിയാൽ മനസ്സിലാക്കാം. 50,000 60,000 ശമ്പളം കിട്ടുന്ന സ്ത്രീകൾക്ക് വരെ ബസ്സിൽ ഫ്രീ ആണ്. അപ്പൊ എന്തായി? ആരും ഓട്ടോയിൽ കയറാണ്ടായി, ഓട്ടോറിക്ഷക്കാർക്ക് പണിയില്ലാണ്ടായി, അവര് നിരാശരാണ്. ഇങ്ങനെ തലതിരിഞ്ഞ കുറെ നയങ്ങളും അഴിമതിയും വാഗ്ദാന ലംഘനവും ഒക്കെ ആം ആദ്മി പാർട്ടിക്കെതിരെ അതിശക്തമായ ആന്റി ഇൻക്യുംബൻസ് സൃഷ്ടിച്ചിട്ടുണ്ട്. പിന്നെ 2 വർഷം മുന്നേ ഡൽഹിയിൽ തെരഞ്ഞെടുപ്പ് നടന്നു, അതായത് മുനിസിപ്പൽ കോർപ്പറേഷനിലേക്ക്. അത് BJPയുടെ കയ്യിൽ നിന്നും ആ ഭരണം, അതായത് 15 വർഷം BJP ഭരിച്ചതാണ് 2008 മുതൽ, അത് ആം ആദ്മി പാർട്ടിക്ക് ലഭിച്ചു. അതുവരെ അവർ മാലിന്യ നീക്കത്തിനും മറ്റു കാര്യങ്ങൾക്കും അവർ പറഞ്ഞത് ഞങ്ങളടുത്ത് മുനിസിപ്പാലിറ്റി ഇല്ല, സംസ്ഥാനം മാത്രമേ ഉള്ളൂ, മാലിന്യ നിർമ്മാർജ്ജനം മുനിസിപ്പാലിറ്റിയുടെ ജോലിയാണ്, അവർ ചെയ്യുന്നില്ല എന്നാണ്. 2 വർഷമായി മുനിസിപ്പാലിറ്റിയും അവരുടെ കൈവശമാണ്. അപ്പോൾ അവിടെയും അവർ പ്രതിസന്ധിയിലായി. ഇങ്ങനെ മറ്റുള്ളവരെ കുറ്റം പറഞ്ഞ് രക്ഷപ്പെടുന്ന പരിപാടി നടക്കാത്തൊരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ അതുകൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നത്, ഈ എക്സിറ്റ് പോളിന്റെ സൂചനകൾ ശരിയാണെങ്കിൽ ആം ആദ്മി പാർട്ടിക്കെതിരെ അതിശക്തമായ ആന്റി ഇൻക്യുംബൻസിയും ഉണ്ട്. അതോടൊപ്പം കേന്ദ്ര സർക്കാരിനെതിരെ പ്രോ ഇൻക്യുംബൻസിയും ഉണ്ട്. അതാണ് എക്സിറ്റ് പോൾ സൂചിപ്പിക്കുന്നത്. ഇനി ഇത് യാഥാർത്ഥ്യമാവൂ എന്നുള്ളത് നമുക്ക് 8-ാം തീയതി ഉച്ചയോടുകൂടി മനസ്സിലാക്കാൻ സാധിക്കും.